നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അമൃത. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. പണയമായി നൽകിയ വാഹനത്തിന്റെ പണം തിരികെ നൽകി വാങ്ങാത്തതിനെ തുടർന്ന് യുവാവിനെ വീട്ടിൽ അതിക്രമിച്ചു കയറി ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിൽ 4 പേർ അറസ്റ്റിൽ. ചെർപ്പ് പോലീസാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. വല്ലച്ചിറ പഞ്ചായത്ത് FHC റോഡ് പുനരുദ്ധാരണ പ്രവർത്തികൾ ആരംഭിച്ചു. KK രാമചന്ദ്രൻ MLA നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. കേരള സീനിയർ സിറ്റിസൺ ഫോറം അവണിശ്ശേരി യൂണിറ്റ് 3ാം വാർഷികം ആഘോഷിച്ചു. CGST തൃശൂർ ഡിവിഷൻ അസിസ്റ്റന്റ് കമ്മീഷണർ KS ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. പണയമായി നൽകിയ വാഹനത്തിന്റെ പണം തിരികെ നൽകി വാങ്ങാത്തതിനെ തുടർന്ന് യുവാവിനെ വീട്ടിൽ അതിക്രമിച്ചു കയറി ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിൽ 4 പേർ അറസ്റ്റിൽ. ചെർപ്പ് പോലീസാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. കോടന്നൂർ എലുവത്തിങ്കൽ വീട്ടിൽ താറാവ് സണ്ണി എന്ന് വിളിക്കുന്ന സണ്ണി, വെങ്ങിണിശ്ശേരി കൂട്ടലക്കുന്ന് വലിയ വീട്ടിൽ ഷിജോ, വടൂക്കര പുത്തൻ വീട്ടിൽ ബിബീഷ്, ആലുവ പെരിങ്ങാല വീട്ടിൽ പല്ലൻ സുനി എന്നിവരെയാണ് ചെർപ്പ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കോടന്നൂരിൽ ചിറയത്ത് വീട്ടിൽ റാഫി എന്നയാൾ സുനിലിൽ നിന്നും 1.5 ലക്ഷം രൂപ വാങ്ങി ഈടായി ദോസ്ത് വണ്ടി നൽകിയിരുന്നു. മാസങ്ങൾക്ക് ശേഷം സുനിൽ പണം തിരികെ ചോദിച്ചപ്പോൾ 3 മാസത്തെ അവധി പറഞ്ഞതിനെ തുടർന്ന് സുനിൽ താറാവ് സണ്ണിയെയും മറ്റ് 2 കൂട്ടാളികളെയും കൂട്ടി കഴിഞ്ഞ 14-ാം തീയതി രാത്രി 9 മണിക്ക് കോടന്നൂരുള്ള റാഫിയുടെ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു. സുനിലിന് 2016-ൽ കോഴിക്കോട് കസബ പോലീസ് സ്റ്റേഷനിൽ ഒരു കവർച്ചാ കേസും 2006-ൽ തൃശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ ഒരു കിഡ്നാപ്പിംഗ് കേസും 2007-ൽ കൊടകര പോലീസ് സ്റ്റേഷനിൽ വീടുകയറി ആക്രമണം നടത്തിയ കേസും അടക്കം 4 ക്രിമിനൽ കേസുകളുമുണ്ട്. ഷിജോയ്ക്ക് തെണ്ടുപുഴ പോലീസ് സ്റ്റേഷനിൽ 2006-ൽ കൊലപാതക കേസും തൃശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ 2014-ൽ കൊലപാതക ശ്രമ കേസുമുണ്ട്. ബിബീഷിന് നെടുപുഴ പോലീസ് സ്റ്റേഷനിൽ വീടുകയറി ആക്രമണം, മോഷണം എന്നിവയ്ക്കും പൂത്തോൾ എക്സൈസ് റേഞ്ച് ഓഫീസിൽ മയക്കുമരുന്ന് കടത്തിയതിനുമുള്ള കേസുകളുമുണ്ട്. താറാവ് സണ്ണി എന്ന് വിളിക്കുന്ന സണ്ണിക്ക് ചേർപ്പ്, അന്തിക്കാട്, കൊരട്ടി, ഒല്ലൂർ, തൃശൂർ ഈസ്റ്റ്, തൃശൂർ വെസ്റ്റ് പോലീസ് സ്റ്റേഷനുകളിലായി കവർച്ച, വധശ്രമം, അടിപിടി, തട്ടിപ്പ് കേസ്, പണം വെച്ച് ചീട്ടുകളി, മറ്റൊരാളുടെ ജീവന് അപകടം വരത്തക്ക വിധം മദ്യപിച്ച് വാഹനം ഓടിക്കുക എന്നിങ്ങനെയുള്ള 15 ക്രിമിനൽ കേസുകളുമുണ്ട്. ചേർപ്പ് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ രമേശ്, സബ് ഇൻസ്പെക്ടർമാരായ പ്രദീപൻ TN, ജെയ്സൺ TA, ASA ജ്യോതികുമാർ, സിവിൽ പോലീസ് ഓഫീസർമാരായ മുഹമ്മദ്, റിൻസൻ, സുനിൽകുമാർ, ഷോണി, ശരത്ചന്ദ്രൻ എന്നിവർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. വല്ലച്ചിറ പഞ്ചായത്ത് FHC റോഡ് പുനരുദ്ധാരണ പ്രവർത്തികൾ ആരംഭിച്ചു. KK രാമചന്ദ്രൻ MLA നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് N മനോജ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ മുഖ്യ അതിഥിയായിരുന്നു. സ്ഥിരം സമിതി അധ്യക്ഷൻ TK ശങ്കരനാരായണൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം NT സജീവൻ, വാർഡംഗം പ്രിയ ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. മുഖ്യമന്ത്രിയുടെ ഗ്രാമീണ റോഡ് പുനരുദ്ധാരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 45 ലക്ഷം രൂപ ചെലവഴിച്ചാണ് റോഡ് പുനരുദ്ധരിക്കുന്നത്. കേരള സീനിയർ സിറ്റിസൺസ് ഫോറം അവണിശ്ശേരി യൂണിറ്റ് 3ാം വാർഷികം ആഘോഷിച്ചു. CGST തൃശൂർ ഡിവിഷൻ അസിസ്റ്റന്റ് കമ്മീഷണർ KS ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. പുള്ളിയുടെ വക്കീൽ ഭാഷയിൽ കുറച്ച് ചീത്തയൊക്കെ പറഞ്ഞപ്പോൾ മനസ്സിൽ പുള്ളി തിരിച്ച് ട്രെയിനിൽ ഒരുപാട് ആലോചിച്ചു. അങ്ങനെയാണ് അദ്ദേഹം കൂത്തുപറമ്പിൽ 93-ൽ ആദ്യത്തെ ഫോറം ഉണ്ടാക്കുന്നത്. കേരള സീനിയർ സിറ്റിസൺസ് ഫോറം. അദ്ദേഹത്തിന്റെ ഫോട്ടോ ആണ് ഇവിടെ ഉള്ളത്. പട്ടതിരി സാർ. അപ്പോ അത് ഞാൻ ഈ വയോജന ഇതിന്റെ ഇത് വന്നപ്പോൾ ഒന്ന് അന്വേഷിച്ചപ്പോൾ നല്ലൊരു കഥയായിട്ട് തോന്നി. അദ്ദേഹം അത് ഒരു ചെറിയ ബ്രാഞ്ചായി തുടങ്ങിയിരുന്നപ്പോൾ എനിക്ക് തോന്നുന്ന എല്ലാ പഞ്ചായത്തിലും ഓൾമോസ്റ്റ് എല്ലാ വാർഡിലും ഉണ്ട്. അതിപ്പോ അടുത്ത് കേരള ഗവൺമെന്റ് ഒരു കമ്മീഷൻ
ബില്ല് പാസ്സായിട്ടുണ്ട്. അത് ഇന്ത്യയിൽ വേറെ എവിടെയില്ല. ആദ്യത്തെ വയോജന കമ്മീഷനാണ്. അത് ഒരുപാട് ഗുണം ചെയ്തു തോന്നുന്നു. നിങ്ങൾക്ക് ഫണ്ടൊക്കെ കിട്ടാനും നമുക്ക് നമ്മുടെ എല്ലാ ശാഖകൾക്കും ഫണ്ട് കിട്ടാനൊക്കെ ഉള്ളൊരു ചാൻസ്. അപ്പോൾ ഈ ഒരു ശാഖയുടെ ഉദ്ഘാടനത്തിന് എന്നെ വിളിച്ചതിന് വളരെ നന്ദിയുണ്ട്. യൂണിയൻ പ്രസിഡന്റ് ചന്ദ്രൻ പുറത്താള അധ്യക്ഷത വഹിച്ചു. വയോജനവേദി സംസ്ഥാന സെക്രട്ടറി VA വോഗീസ്, വൈസ് പ്രസിഡന്റ് VK ശശിധരൻ, സെക്രട്ടറി PK ഭാസ്കരൻ, ട്രഷറർ വത്സര രാമചന്ദ്രൻ, ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുനിൽ ചാണശ്ശേരി, പഞ്ചായത്ത് അംഗം സായ രാമചന്ദ്രൻ, ജില്ലാ സെക്രട്ടറി CC ജോസ്, ജില്ലാ പ്രസിഡന്റ് K സേതുമാധവൻ, ജോയിന്റ് സെക്രട്ടറി VR രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ എഴുത്തുകാരൻ വിജയൻ അവിനിശ്ശേരിയെ ആദരിച്ചു. ശാഖാ അംഗം രേണുക വരച്ച ചിത്രങ്ങളുടെ പ്രദർശനവും വിവിധ കലാപരിപാടികളും അരങ്ങേറി. അവണിശ്ശേരി പഞ്ചായത്ത് 3-ാം വാർഡിൽ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്യാമ്പ് പഞ്ചായത്ത് അംഗം KA പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, വളരെ വില കൂടിയ അല്ലെങ്കിൽ വളരെ ചെലവേറിയ ആതുര ശുശ്രൂഷ മേഖലയാണ് നമ്മുടെ ചികിത്സാ രംഗം. ഏത് ആശുപത്രിയിൽ പോയാലും നമുക്കൊരു ടോക്കൺ എടുക്കണമെങ്കിൽ തന്നെ 200 രൂപ, 300 രൂപ അല്ലെങ്കിൽ 500 രൂപ ചിലവ് വരുന്നൊരു സാഹചര്യമാണ്. അത് കണ്ണിൻ്റെ ആയാലും മറ്റിതര അസുഖങ്ങൾക്ക് വേണ്ടി നമ്മൾ കാണാൻ പോവുകയാണെങ്കിൽ അത്തരത്തിലുള്ള ഡോക്ടറും അതുപോലെ തന്നെ അത്തരത്തിലുള്ള സംവിധാനവും നമ്മൾ ഇരിക്കുന്ന സ്ഥലത്ത് നമ്മളെ വീടിനോട് ചേർന്ന് നമ്മുടെ വാർഡിലേക്ക് കൊണ്ടുവന്ന് വളരെ സൗജന്യമായി നമ്മളെ ആളുകൾക്ക് ഉപകാരപ്രദമാക്കുക എന്നതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അത് നമ്മൾ വർഷങ്ങളായിട്ട് നമ്മളിവിടെ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. പലതരത്തിലുള്ള വലിയ വലിയ അസുഖങ്ങൾ നമ്മൾ ഈ ക്യാമ്പിനകത്ത് സൗജന്യമായി പരിശോധിക്കാൻ വന്ന ആളുകളിൽ നിന്ന് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ഒരു തവണ ഒരു നേത്ര പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചപ്പോൾ കുറേ ആളുകൾ അത് പരിശോധിക്കാൻ വന്നപ്പോൾ അതിലൊരാൾക്ക് ഒരു അപൂർവ രോഗം നമ്മൾ സ്ഥിരീകരിക്കുകയുണ്ടായി. അതിൻ്റെ ഭാഗമായി ആ ഡോക്ടർ ആ വന്ന പേഷ്യൻറ്റിനെ കോയമ്പത്തൂർ പോയിട്ടാണ് ചികിത്സ നടത്തി അദ്ദേഹം ആളുടെ ജീവിതത്തിലേക്ക് മാറി വന്നത്. നമ്മുടെ തൃശ്ശൂർ പോലും അത് കണ്ടെത്താൻ സാധിക്കാത്തൊരു അസുഖം നമ്മളുടെ ഒരു നേത്ര പരിശോധന ക്യാമ്പിൽ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടായിട്ടുണ്ട്. ഒല്ലൂർ ഫെഡസ് കണ്ണാശുപത്രിയുടെ നേതൃത്വത്തിലായിരുന്നു നേത്രപരിശോധന. ആസ്റ്റർ മെഡിസിറ്റിയുടെ നേതൃത്വത്തിൽ സൗജന്യ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ പരിശോധനയും ഉണ്ടായിരുന്നു. പഞ്ചായത്ത് അംഗം ധന്യ സുധീർ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ പ്രസീത, ഡോക്ടർ ഷിജിത്ത്, നിധുൻ, ആശാ വർക്കർ അജിത, ഗിരിജ എന്നിവർ നേതൃത്വം നൽകി. LSS സ്കോളർഷിപ്പ് പരീക്ഷയിൽ ഉപജില്ലയിൽ ഒന്നാമതായി ചേർപ്പ് CNN GLP സ്കൂൾ. പരീക്ഷ എഴുതിയ 34 വിദ്യാർത്ഥികൾ വിജയികളായി. പ്രധാന അധ്യാപകൻ രാജീവ് കുമാറിന്റെ നേതൃത്വത്തിൽ അധ്യാപകർ, രക്ഷിതാക്കൾ, വിദ്യാർത്ഥികൾ എന്നിവർ ചേർന്ന് സ്കൂളിൽ വിജയാഘോഷം നടത്തി. നെഹ്റു യുവ കേന്ദ്രയുടെ പേര് മാറ്റിയ കേന്ദ്ര സർക്കാർ നടപടിയിൽ പ്രതിഷേധം. കോൺഗ്രസ് ചെർ ബ്ലോക്ക് കമ്മിറ്റി പഴുവിൽ പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തി. KPCC ജനറൽ സെക്രട്ടറി ജോൺ ഡാനിയൽ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയുടെ ചരിത്രം നിഷേധിക്കുന്നതിന്റെ BJPയുടെ അജണ്ടയുടെ ഭാഗമായി ദേശീയ നേതാക്കളെ തമസ്കരിച്ച് ജനങ്ങളിൽ നിന്ന് അവരെ തിരസ്കരിക്കുന്നതിന്റെ ഭാഗമായി BJP സർക്കാർ സ്വീകരിച്ചു വരുന്ന, നരേന്ദ്രമോദിജി സ്വീകരിച്ചു വരുന്ന, അമിത്ഷാ സ്വീകരിച്ചു വരുന്ന നയത്തിന്റെ ഭാഗമായി നെഹ്റു യുവകേന്ദ്രയുടെ പേര് മാറ്റിയിരിക്കുകയാണ്. ഇതാദ്യമായിട്ടല്ല BJP സർക്കാർ ദേശീയ പാരമ്പര്യമുള്ള സ്ഥാപനങ്ങളുടെയും പദ്ധതികളുടെയും പേരുമാറ്റുന്നത്. നേരത്തെ രാജീവ് ഗാന്ധി വൈദ്യുതി പദ്ധതി പേരുമാറ്റി ആ പദ്ധതി തന്നെ ഈ BJP സർക്കാർ ഇല്ലാതാക്കി. മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ പേരുള്ള ഇന്ദിര ആവാസ് യോജനയുടെ പേര് മാറ്റി വേറെ പേരിലാക്കി. ഇന്ദിര മാതൃത്വ പദ്ധതിയുടെ പേര് മാറ്റി വേറെ പേര് നടപ്പാക്കി. ഇതുപോലെ നിരന്തരമായി സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടപ്പാക്കിയിട്ടുള്ള വികസന പദ്ധതികളുടെ പേര് മാറ്റി മറ്റു പേരുകൾ എടുത്തു ചേർത്ത് ചാർത്തിക്കൊടുത്ത് ഈ ദേശീയ പ്രസ്ഥാനത്തിന്റെ ചിന്തകൾ ജനങ്ങളിൽ നിന്ന് തമസ്കരിക്കാനാണ് നരേന്ദ്രമോദിയും അമിത്ഷായും
കാലങ്ങളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ദിരാജിയെയും നെഹ്റുവിനെയും നമ്മുടെ പ്രിയപ്പെട്ട രാഷ്ട്രപിതാവ് മഹാത്മജിയെയും ഈ രാജ്യത്തിന് വേണ്ടി കൊല്ലപ്പെട്ട രാജീവ് ഗാന്ധിയെയും അവരുടെ പേരിലുള്ള പേര് മാറ്റിയാൽ ഇന്ത്യൻ ജനത അവരെ മറക്കുമെന്ന് കരുതിയ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ് നരേന്ദ്രമോദിയും അമിത്ഷായുമെന്ന് ഈ സാഹചര്യത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. സിജോ ജോർജ് അധ്യക്ഷത വഹിച്ചു. സുനിൽ ലാലൂർ, ഷൈജു സായറാം, KR ചന്ദ്രൻ, പ്രിയൻ പെരിഞ്ചേരി, KR സിദ്ധാർത്ഥൻ, അശോകൻ കോമത്തുകാട്ടിൽ, കുട്ടിക്കൃഷ്ണൻ നടുവിൽ, പൈലി ആന്റണി, പരമശിവൻ, ബൈജു സെന്റ് ജോൺ, ജോഷി ആലപ്പാട്ട്, K നന്ദകുമാർ, CK വിനോദ്, AV ജോണി, സന്തോഷ് എടത്തേടൻ എന്നിവർ നേതൃത്വം നൽകി. പഴുവിൽ സെന്റ് ആന്റണീസ് ഫൊറോന പള്ളിയിൽ കരിസ്മാറ്റിക് പ്രാർത്ഥനാ ഗ്രൂപ്പിന്റെ 45ാം വാർഷികാഘോഷ പൊതുസമ്മേളനം നടന്നു. പഴുവിൽ ഫൊറോന വികാരി റെവറൽ ഡോക്ടർ വിൻസെന്റ് ചെറുവത്തൂർ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ അതിരൂപത വികാരി ജനറൽ മോൺസിനിയോർ ജെയ്സൺ കൂനംപ്ലാക്കൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. തുടർന്ന് ആഘോഷമായ റാസ കുർബാനയും ഹിസ്ബാൻ മ്യൂസിക് പ്രോഗ്രാമും ഉണ്ടായിരുന്നു. വൈകിട്ട് തൃശൂർ അതിരൂപത കരിസ്മാറ്റിക് പ്രാർത്ഥനാ ഗ്രൂപ്പിന്റെ മുൻ ഡയറക്ടർ ഫാദർ ആന്റണി ചിറ്റിലപ്പള്ളിയുടെ അധ്യക്ഷതയിൽ ചേർന്ന പൊതുസമ്മേളനം പഴുവിൽ ഫൊറോന വികാരി റവറൽ ഡോക്ടർ വിൻസെന്റ് ചെറുവത്തൂർ ഉദ്ഘാടനം ചെയ്തു. അസിസ്റ്റന്റ് വികാരി ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ, ഫാദർ സ്റ്റീഫൻ അറക്കൽ, പ്രാർത്ഥനാ ഗ്രൂപ്പിന്റെ പഴുവിൽ സബ് സോൺ കോർഡിനേറ്റർ വില്യം ജോസഫ്, കൈക്കാരൻ ടിൻഡോ ജോസ്, പ്രോഗ്രാം ജനറൽ കൺവീനർ MK തോമസ്, കോർഡിനേറ്റർ TJ ആന്റണി, സെക്രട്ടറി ഷേർലി ഡേവിസ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് തൃശൂർ അതിരൂപതയിൽ കരിസ്മാറ്റിക് രംഗത്ത് പ്രവർത്തിച്ചിരുന്ന സീനിയർ വൈദികർ, ഇടവകയിലെ വചന പ്രഘോഷകർ, ബൈബിൾ പകർത്തി എഴുതിയവർ, 35 വർഷമായി വിവിധ സംഘടനകളിൽ പ്രവർത്തിക്കുന്നവർ, 5-ൽ കൂടുതൽ മക്കളുള്ള ദമ്പതിമാർ തുടങ്ങിയവരെ ആദരിച്ചു. കിഡ്നി രോഗികൾക്കുള്ള സഹായ വിതരണവും ചടങ്ങിൽ വിതരണം ചെയ്തു. BJP ചാഴൂർ പഞ്ചായത്ത് കമ്മിറ്റി പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. ചിറക്കൽ മാട്ടുമ്മൽ റോഡ് അടിയന്തരമായി സഞ്ചാര യോഗ്യമാക്കുക, വീതി കുറഞ്ഞ മാട്ടുമ്മൽ പാലത്തിൽ കൈവരി സ്ഥാപിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച്. നമ്മൾക്ക് ഇന്നലെ വരെ ഇല്ലാത്തത് നേടിയെടുക്കാൻ സാധിക്കുമ്പോൾ അത് ഈ നാട്ടിലെ സാധാരണപ്പെട്ട ആളുകളുടെ ജീവിത നിലവാരത്തിൽ വരുത്തുന്ന മാറ്റം എന്ന് പറയുന്നത് അത് വലിയ ഒരളവിൽ മഹത്തരമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ അത്തരം വികസനങ്ങൾ നമ്മളൊരു നാട്ടിൽ നടപ്പാക്കുന്ന സമയത്ത് ആ വികസനങ്ങളുടെ ഉൾക്കാഴ്ച അല്ലെങ്കിൽ അതിന്റെ ദീർഘദൃഷ്ടി എന്ന് പറയുന്നത് എല്ലാ കാലത്തേക്കും ആ വികസനം കൊണ്ട് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ദുരിതപൂർണമായിട്ടുള്ള അവസ്ഥയിൽ നിന്നൊരു മോചനം എന്നുള്ള നിലക്കാണ് അത്തരത്തിലുള്ള വീക്ഷണത്തിലൂടെ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തേണ്ടത്. നിർഭാഗ്യവശാൽ ഈ ചാഴൂർ പഞ്ചായത്തിന്റെ 2 ഭാഗത്തുമുള്ള ആളുകൾക്ക് ഇന്ന് ഒരു നിർമ്മാണ പ്രവർത്തനത്തിന്റെ പേരിൽ കണ്ടുമുട്ടാൻ വരെ സാധ്യതയില്ലാത്ത തരത്തിലേക്ക് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇഴഞ്ഞു നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് യഥാർത്ഥത്തിൽ ഈ നിർമ്മാണ പ്രവർത്തനത്തിന്റെ രീതി എന്നുള്ളതിനെ സംബന്ധിച്ച് ഈ നാട്ടിലെ സാധാരണപ്പെട്ട ആളുകൾക്ക് വലിയ ധാരണയില്ലാത്തൊരു സമയമാണ് ഇപ്പോൾ ഉള്ളത്. ചാഴൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സജീവൻ ഞാറ്റുവെട്ടി അധ്യക്ഷത വഹിച്ചു. ചേർപ്പ് മണ്ഡലം വൈസ് പ്രസിഡന്റ് ഷാജി കളരിക്കൽ, ചാഴൂർ പഞ്ചായത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി രജിത് രാജൻ യാനി, വൈസ് പ്രസിഡന്റ് നിതീഷ് പൊറ്റേക്കാട്ട്, സെക്രട്ടറി ഡിൻഡോ കൊള്ളന്നൂർ, നിഖിൽ രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. പെരിങ്ങോട്ടുകര കാനാടി ദേവസ്ഥാനം ക്ഷേത്ര പരിസരത്ത് ലഹളയ്ക്ക് ശ്രമിച്ച പ്രതികളെ അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. സംഭവത്തിൽ നിരവധി കേസുകളിൽ പ്രതികളായ 3 പേരാണ് അറസ്റ്റിലായത്. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളായ പെരിങ്ങോട്ടുകര കരയപ്പറമ്പിൽ വീട്ടിൽ 46 വയസ്സുള്ള സ്മിത്ത, പെരിങ്ങോട്ടുകര നെല്ലിപ്പറമ്പിൽ 35 വയസ്സുള്ള നിതിൻ, പെരിങ്ങോട്ടുകര നടുവിൽത്തറ വീട്ടിൽ 37 വയസ്സുള്ള പ്രതീഷ് എന്നിവരാണ് പിടിയിലായത്.
നടപടിക്രമങ്ങൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. സ്മിത്ത് അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ റൌഡിയും 4 ക്രിമിനൽ കേസുകളിലും പ്രതിയാണ്. നിതിൻ അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ റൌഡിയും 6 ക്രിമിനൽ കേസുകളിലെയും പ്രതിയാണ്. പ്രതീഷ് അന്തിക്കാട് പോലീസ് സ്റ്റേഷനിൽ 2 അടിപിടി കേസുകളിലും പ്രതിയാണ്. അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ AS സരിൻ, സബ് ഇൻസ്പെക്ടർ KS സുബിന്ദ് എന്നിവരാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. പുത്തൻപീടിക സെന്റ് ആന്റണീസ് പള്ളിയിലെ കാത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നവ വൈദികൻ ഫാദർ ജെൻസൺ ആലപ്പാട്ടിനെ അനുമോദിച്ചു. വികാരി ഫാദർ ജോസഫ് മുരിങ്ങാത്തേരി ഉദ്ഘാടനം ചെയ്തു. സ്വീകരിച്ച് സ്വന്തം നാട്ടിലേക്ക് വന്ന് ഇടവകയിലേക്ക് വന്ന് നമ്മുടെ ഇടവകയിലെ ബലിയർപ്പിക്കുകയുണ്ടായി. അച്ഛനെ പൗരോഹിത്യ ജീവിതത്തിൻ്റെ എല്ലാവിധ ഭാവുകങ്ങളും സ്നേഹാശംസകളും അതുപോലെ തന്നെ എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും ഏറ്റവും സ്നേഹത്തോടെ നേരുന്നു. മരണം വരെ കർത്താവിൻ്റെ സഭയിലെ വിശ്വസ്തനായ നല്ല പുരോഹിതനായിട്ട് ശുശ്രൂഷ ചെയ്യാൻ വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും അച്ഛന് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇടവകയിലെ ആയിരുന്ന പ്രിയപ്പെട്ട ജെൻസൺ അച്ഛൻ നവവൈദികനായിട്ട് ആയിരിക്കുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇവിടെ കൂടിയിരുന്നവരുടെ പേരിൽ അതല്ലെങ്കിൽ നമ്മുടെ കത്തോലിക്ക കോൺഗ്രസ് പുത്തൻപീടിയുടെ പേരിലൊരു അനുമോദനം അദ്ദേഹം പട്ടം കിട്ടിയതിന് ശേഷം ആദ്യമായിട്ട് നാട്ടിൽ വന്നപ്പോഴാണ് അദ്ദേഹത്തെ കാണാനും അദ്ദേഹത്തോട് സംസാരിക്കാനും സാധിച്ചത്. അപ്പോൾ അദ്ദേഹത്തിന് ഇനിയുള്ള കാലഘട്ടത്തിലേക്ക് ഏറ്റവും നല്ല രീതിയിൽ പോകാനായിട്ട് നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ മാതൃ ഇടവക ശരിക്കും പറഞ്ഞാൽ പുത്തൻപീടിയാണ്. അപ്പനൊക്കെ നമ്മുടെ നാട്ടുകാരനാണ്. അപ്പോൾ അതേ ഇവിടുന്ന് കുറേ നാളുകളായിട്ട് ബോംബെയിൽ സെറ്റിൽ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആ ഉദ്യമത്തിന് എല്ലാവിധ ആശംസകളും ദൈവം നേരിട്ട് സന്തോഷമുണ്ട്. ഞാൻ ശരിക്കും ഈ ഒരു സംഭവം പ്രതീക്ഷിച്ചിട്ടില്ല. ശരിക്കും പറയുകയാണെങ്കിൽ ലൂയിസേട്ടൻ ഇങ്ങനെ എൻ്റെ അടുത്ത് വന്ന് കാണാൻ വന്നിരുന്നു കഴിഞ്ഞ ദിവസങ്ങളൊക്കെ. അപ്പോൾ പറഞ്ഞു ഓ സന്തോഷ വാർത്ത ഉണ്ടല്ലേ, ഓക്കെ വെരി ഗുഡ് ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ചെറുതായിട്ട് അവർ തന്നെ നമ്മളറിയാണ്ട് ഇങ്ങനെ പ്ലാൻ ചെയ്തതാണ്. അപ്പോൾ എൻ്റെ പാപ്പിന് ഇതിൻ്റെ ഭാഗമായിട്ട് മെമ്പറായിട്ട് ഇവരെ ഈ ഒരു സംഘടനയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നറിയാൻ സാധിച്ചു എനിക്ക്. അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം നൽകുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു ചെറിയൊരു സമയം വികരച്ചനും കൊച്ചച്ഛനും ആൻഡ്രൂ ചേട്ടനും നിങ്ങൾ ഈ ഇതിൻ്റെ ഭാരവാഹികളായിട്ടുള്ള എല്ലാവരും മെമ്പേഴ്സിന് എല്ലാവരും നിങ്ങളൊപ്പം കുറച്ച് സമയം ചെലവഴിക്കാനായിട്ടുള്ള ദൈവം നൽകിയ ഈ വലിയ അനുഗ്രഹത്തെ ഓർത്ത് നന്ദി പറയുന്നു. തുടർന്ന് എൻ്റെ പൗരത്വ ജീവിതത്തിന് വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. നിങ്ങളുടെ ഈ സ്നേഹത്തിന് ഒത്തിരി നന്ദി. കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് ആൻഡോ തൊറയൻ അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് വികാരി ഫാദർ ജോഫിൻ അക്കരപ്പട്ടേക്കൽ, കൈക്കാരൻ ആൽഡൻ ജോസ്, KA വർഗീസ്, ലൂയിസ് താണിക്കൽ, ഷാലി ഫ്രാൻസിസ്, മിനി ആൻഡോ എന്നിവർ സംസാരിച്ചു. വിൻസെന്റ് കുണ്ടുകുളങ്ങര, റോസ്മോൾ ജോസഫ്, PV മൈക്കിൾ എന്നിവർ നേതൃത്വം നൽകി. സൊസൈറ്റി ഓഫ് സെന്റ് വിൻസെന്റ് ഡി പോൾ ചൊവ്വൂർ കോൺഫറൻസിന്റെയും തൃശൂർ ഐവിഷൻ കണ്ണാശുപത്രിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് ഞായറാഴ്ച നടക്കും. ചൊവ്വൂർ സെന്റ് സേവിയേഴ്സ് ഹൈസ്കൂളിൽ രാവിലെ 9:30 മുതൽ ഉച്ചയ്ക്ക് 1:30 വരെയാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. ബുക്കിംഗിനായി 9388553855 6238398774 അല്ലെങ്കിൽ 9747381033 എന്നീ നമ്പറുകളിൽ വിളിക്കാവുന്നതാണ്. ഊരകം അമ്മത്തിരുടി ക്ഷേത്രത്തിൽ ബ്രഹ്മശ്രീ വെങ്ങനുൽ കേരളൻ നമ്പൂതിരി മുഖ്യ ആചാര്യനായി ഈ മാസം 18-ന് തുടങ്ങാൻ നിശ്ചയിച്ചിരുന്ന ശ്രീമദ് ഭാഗവത സപ്താഹം മാറ്റിവെച്ചതായി ക്ഷേത്രം ഉപദേശക സമിതി ഭാരവാഹികൾ അറിയിച്ചു. മാറ്റിയ തീയതി പിന്നീട് അറിയിക്കും. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 8720 രൂപ, പവന് 69,760 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. പണയമായി നൽകിയ വാഹനത്തിന്റെ പണം തിരികെ നൽകി വാങ്ങാത്തതിനെ തുടർന്ന് യുവാവിനെ വീട്ടിൽ അതിക്രമിച്ചു കയറി ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിൽ 4 പേർ അറസ്റ്റിൽ. ചെർപ്പ് പോലീസാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്.
വല്ലച്ചിറ പഞ്ചായത്ത് FHC റോഡ് പുനരുദ്ധാരണ പ്രവർത്തികൾ ആരംഭിച്ചു. KK രാമചന്ദ്രൻ MLA നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. കേരള സീനിയർ സിറ്റിസൺ ഫോറം അമിനിശ്ശേരി യൂണിറ്റ് 3ാം വാർഷികം ആഘോഷിച്ചു. CGST തൃശൂർ ഡിവിഷൻ അസിസ്റ്റന്റ് കമ്മീഷണർ KS ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.